ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വിതുര ഗ്രാമപഞ്ചായത്തിലെ പേപ്പാറ വാർഡിലാണ്. രാത്രിയാണ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കാരണം ഇവിടെ ഒരു 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. 100-ലധികം കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും SC ST വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അതുമാത്രമല്ല പ്രായമായ അമ്മമാരും അച്ഛന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുണ്ട്, ഗർഭിണികളായ പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് രാത്രിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അത് ചൂണ്ടിക്കാട്ടാനാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് വിതുര നിന്ന് KPSC ജംഗ്ഷൻ മുതൽ ഈ പറയുന്ന കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ് വരെ, പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴിയിലെ കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ് വരെയുള്ള വഴിയിൽ ഒരിടത്ത് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കാണുവാനും കേൾക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ദൃശ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വഴിക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 6 കിലോമീറ്റർ ദൂരത്തിനകത്ത് വിതുര ജംഗ്ഷനിലുള്ള ആ കുറച്ച് ഭാഗത്തും പിന്നെ ഈ വരുന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെയായിട്ടാണ് സത്യത്തിൽ കുറച്ച് ദീപം ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളുള്ളത്. അല്ലാതെ ഈ വരുന്ന വഴിക്ക് ഒരൊറ്റ ഇടത്ത് ലൈറ്റില്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഭാഗത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികൾ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു സ്ഥലമാണ്. കാട്ടുപോത്തായിക്കോട്ടെ, കാട്ടുപന്നികളായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു ആന സഹിതമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ 100-ലധികം വരുന്ന കുടുംബങ്ങളാണ് ഈ ഏരിയയിൽ മൊത്തത്തിൽ താമസിക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഇത്രയും വളരെ വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴും ഇത്തരത്തിൽ ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ അത് ഉണ്ടാകുന്നുണ്ട്. പഞ്ചായത്തുകളുടെ ഭരണസമിതിയിൽ നിന്നുണ്ടാകുന്ന പിഴവുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡുമായി ബന്ധപ്പെട്ട പിഴവുകൾ കൊണ്ടാവാം. എന്തുകൊണ്ടായാലും ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ കണ്ണിലേക്ക് എത്തേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. കാര്യം പോകുന്ന വഴിക്കൊന്നും ഒരിടത്ത് പോലും സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത സാഹചര്യമുണ്ട്. 1-2 സ്പോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 6 കിലോമീറ്റർ ഉണ്ട്. വിതുര KPSC ജംഗ്ഷൻ മുതൽ ഇവിടെ വരുന്ന പേപ്പാറ ഡാമിലേക്ക് പോകുന്ന കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ് വരെ ഏകദേശം ഒരു 6 കിലോമീറ്ററോളമുണ്ട്. ഈ 6 കിലോമീറ്ററിനകത്ത് 1-2 സ്ഥലത്ത് മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത്. ഇതിനകത്തേക്ക് ബൈക്ക് യാത്രികനായാൽ പോലും ഒരാൾ വന്നു കഴിഞ്ഞാൽ, പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞ് പെട്ടുപോയാൽ പോലും ഉൾവനത്തിനകത്ത് അകപ്പെട്ടൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും വന്യജീവികളുള്ള ആനയും കാട്ടുപോത്തും കാട്ടാനയും കാട്ടുപന്നികളും ഒക്കെ വിഹരിക്കുന്നൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ 100-ലധികം SC ST വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങൾ, കുടുംബങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. പെൺകുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, വയോധികരുണ്ട്, അതുപോലെ ഗർഭിണികളായ പെൺകുട്ടികളുണ്ട്. ഇത്രയും പേരൊക്കെ ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വളരെ ശോകമൂകമായ ഒരു അവസ്ഥയിൽ കൂടി ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. രാത്രിയായി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആൾക്കാർ വരാൻ ഭയപ്പെടുന്നൊരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യം കൃത്യമായിട്ടും ഭരണകൂടത്തിൻ്റെ കൺകളിൽ പെടേണ്ടതാണ്, അവരുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. മിനിമം ഒരു 10-12 സ്ട്രീറ്റ് ലൈറ്റുകളെങ്കിലും എത്ര രൂപ ചിലവാകും? ഈ 12 സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ജീവൽ പ്രശ്നം കൂടിയാണ്. അപ്പോൾ കൃത്യമായി ഇത് ഭരണാധികാരികളുടെ കണ്ണിലെത്തണം, ഭരണകൂടത്തിൻ്റെ കണ്ണിലെത്തണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തേണ്ടവരിൽ എത്തിക്കണം. കാര്യം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, 100-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഉന്നതിയാണിത്. അപ്പോൾ ഈ ഉന്നതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വരുന്ന വഴിയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കൂരിരുട്ടാണ്. ദൃശ്യങ്ങളിൽ എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും മാക്സിമം കാണിച്ചു തരാം. എന്തായാലും ഇത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തണം, ഭരണാധികാരികളിലേക്ക് എത്തണം. അവർ കൃത്യമായി ഇതിൽ നടപടി സ്വീകരിക്കണം. ഒരു 15ഓളം സ്ട്രീറ്റ് ലൈറ്റുകളെങ്കിലും ഈ 6 കിലോമീറ്ററിനകത്ത് അവിടെ എവിടെയായിട്ട് സ്ഥാപിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ കാണിക്കണം എന്നുള്ളൊരു അപേക്ഷയും കൂടി ഈ ഇതിൻ്റെ കൂടെ പറയണം. കൃത്യമായി ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് എത്തേണ്ട കണ്ണുകളിൽ, എത്തേണ്ട ആൾക്കാരുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ മനസ്സിലാകും എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. കാട്ടുപോത്ത്, കാട്ടുപന്നി, ആന ഇറങ്ങുന്നുണ്ട്. ഇവിടെ എങ്ങും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. വളരെ ശോകകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് നിന്ന ചേട്ടന്മാരടുത്ത് സംസാരിച്ചു, വാച്ച്മാൻ ചേട്ടന്മാരുടെ. അവർ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ അവർ പോലും ജീവൻ പണയം വെച്ചാണ് നിൽക്കുന്നത്. കാര്യം എന്താണ് മുന്നിൽ നിൽക്കുന്നതെന്നോ എന്താണ് മുന്നിൽ വരുന്നതെന്നൊന്നും ഇവിടെ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മളൊരു വണ്ടിയിൽ വന്നാൽ പോലും, ബൈക്കിൽ വന്നാൽ പോലും എടുത്ത് ഫ്രണ്ടിലെല്ലാം ചാടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ വെട്ടത്തിലെല്ലാം കണ്ടാവുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് എന്നൊക്കെ പറയുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ്. അതുപോലും സാധ്യമാവുന്നില്ല. ഇത് കൃത്യം സ്പോട്ടെന്ന് പറയുന്നത് വിതുര ഗ്രാമപഞ്ചായത്തിൽ പേപ്പാറ ഡാമിലോട്ട് പോണ വഴിക്കാണ്. കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പുള്ള റോഡാണ്. 6 കിലോമീറ്ററോളം ദൂരമുണ്ട്.
ഇത് കഴിഞ്ഞിട്ടുള്ളത് പൊടിയക്കാല എന്ന് പറയുന്ന ഒരു ഉന്നതിയുണ്ട്. അവിടെയും ഏകദേശം 100-150ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നത്. 150ഓളം കുടുംബങ്ങളെന്ന് വരുമ്പം 10-300-400 പേരെക്കാളും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് കാണുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയാണിത്. ബേസിക്കായിട്ടുള്ള വികസന പ്രവർത്തനമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ചിന്തിച്ചു നോക്കുക, നമ്മുടെ കൂടി പോക്കറ്റിൽ നിന്നുള്ള നികുതി പണം എടുത്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതും ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതൊന്നും സാധ്യമാക്കുവാനുള്ള ഭരണകൂടങ്ങളും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ സത്യത്തിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഉള്ളവൻ്റെ വീട്ടിൽ തന്നെ പിന്നെയും കൊണ്ടുപോയി വീട്ടിൻ്റെ നടയിൽ കൊണ്ടുപോയി ലൈറ്റ് ഇടുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇതെല്ലാം കൂടെ കണക്കിലെടുത്തല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കേണ്ടത്. പക്ഷേ ഇവിടെ കണ്ടില്ല, ഇതും ഉൾവനമാണ്, നല്ല വനമാണ്. വനത്തിൻ്റെ ഒത്ത നടുക്കൂടി ഒരു റോഡ് പോകുന്നു, പക്ഷേ ലൈറ്റുകളില്ല, സംവിധാനമില്ല, ഒരു സംവിധാനമില്ല. അപ്പോൾ ഇത് എത്തേണ്ടവരിലേക്ക് എത്തണം, കൃത്യമായിട്ട് ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. കാര്യം ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഇത് പറയുന്നത് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ കാണും. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇതിലൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ അവിടെയുള്ള ഭരണ സംവിധാനങ്ങളും അവിടെ അത്തരം പ്രദേശങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കൃത്യമായിട്ടും ഇത് എത്തേണ്ട ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യണം. കൃത്യമായിട്ട് ഇതിൻ്റെ എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ, അതും ബേസിക്കായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതുപോലും ചെയ്യാൻ തയ്യാറാകാത്ത ഭരണ സംവിധാനങ്ങൾക്കെതിരെ ചോദ്യം ഉയർത്തേണ്ടത് അനിവാര്യമാണ്. ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമുക്കെന്തായാലും ഊമകളായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. കൃത്യമായിട്ടും ഈ കാഴ്ചകൾ എല്ലാവരിലേക്കും എത്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ മൊത്തം വന്യജീവികളാണ്. കാട്ടാന മുതൽ കാട്ടുപോത്ത് മുതൽ കാട്ടുപന്നി, കരടി പോലും ഇറങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആശുപത്രിയിൽ പോകുന്നത്, മാർക്കറ്റുകളിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന 5 കിലോമീറ്റർ അടുപ്പിച്ചായി. ഈ 5 കിലോമീറ്ററിനകത്ത് ഇനിയാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പോകുന്നത്. ഇത്രയും ദൂരം സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല, 5 കിലോമീറ്ററിൽ കൂടുതലായി. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിന് ഭരണകൂടങ്ങളുടെ മുന്നിലെത്തിക്കണം. കൃത്യമായിട്ട് ഇതിനുള്ള നടപടി സ്വീകരിക്കണം. ഒരു 15ഓളം സ്ട്രീറ്റ് ലൈറ്റെങ്കിലും, സോളാർ സ്ട്രീറ്റ് ലൈറ്റിലെങ്കിലും സ്ഥാപിക്കുവാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ശരി.